വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചേ? നമ്മുടെ ഇന്ത്യയിലോട്ട് കടൽ മാർഗം വന്ന യൂറോപ്യന്മാരെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ ക്ലാസ് നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ആരെ പറ്റി പഠിച്ചു? ഡച്ചുകാരെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഞ്ചുകാരെ പറ്റിയിട്ട് അവിടെ തന്നെ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പോർച്ചുഗീസ്, ഡച്ച്, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഫ്രഞ്ചുകാർ വരുന്നത്. പക്ഷേ ബ്രിട്ടീഷിനെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരെ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവർ ചില്ലറക്കാരായിരുന്നില്ല. അവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങളും ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ പണിയും തന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെ വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രം ട്രേഡ് ടു പവർ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിന് താഴെ കിടക്കുന്ന ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം റെഡിയാണല്ലോ നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റി പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ഓക്കെ, എന്ത് പറഞ്ഞുതരാം? ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ കഥ നമ്മൾ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ചരിത്രം എന്ന് പറഞ്ഞാൽ അത് അത്ര ബോറൊന്നും അല്ലല്ലേ. ചരിത്രം, കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ആ കഥയാണ് നമ്മൾ നിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. തുടങ്ങാണ് ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിലേക്ക് വന്ന കഥ. അപ്പോൾ നിങ്ങൾക്കറിയാം, 1498 ഓഗസ്റ്റ് 20 പോർച്ചുഗലിലെ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് ഇറക്കുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 100 കൊല്ലത്തോളം, 100 ഇല്ലെങ്കിലും ഏതാണ്ട് 100 കൊല്ലത്തോളം കഴിയുമ്പോൾ ആര് വരുന്നു? ഡച്ചുകാർ ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പോൾ എപ്പോഴും വർഷം ഏതായി? 1590 അല്ലേ. കുറച്ചുകൂടി കഴിഞ്ഞു, 1595 തോന്നുന്നു ഡച്ചുകാർ വരുന്നത്, ആണോ? അപ്പോൾ അത് കഴിഞ്ഞൊരു 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് 1600 വർഷം. 1600 വർഷങ്ങൾ എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കണം, അല്ലേ മറന്നു പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 5 കൊല്ലം കൂടെ കഴിഞ്ഞ് 1600 നമ്മുടെ ഇംഗ്ലണ്ടിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നു. കമ്പനിയുടെ പേരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന ഇംഗ്ലണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈസ്റ്റ് ദിശയിലാണല്ലോ നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലോട്ടും അതുപോലെ കിടക്കുന്ന ഏഷ്യയിലോട്ടും ഉള്ള ട്രേഡിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, രാജ്ഞിയുടെ അനുവാദത്തോടു കൂടി. അവിടെ രാജഭരണമാണെന്നറിയാമല്ലോ. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. എന്നാ തിരിക്കുന്നത്? 1608 അവർ തിരിക്കുന്നത്. നമുക്ക് വർഷമൊന്നും പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. 8 വർഷത്തോളം അവർക്ക് പ്രിപ്പറേഷന് വേണ്ടി വന്നു. ഓക്കെ, ഇതിന് മുമ്പ് നമ്മുടെ വാസ്കോഡ ഗാമ വന്നപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലണ്ടുകാർ ചിലരൊക്കെ കയറി കപ്പലിൽ വന്നിട്ട് ഇവിടുത്തെ റൂട്ടൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കറിയാം ഏത് വഴിയാണ് വരേണ്ടതെന്ന്. അങ്ങനെ അവർ എന്ത് ചെയ്യുവാണ്? 1608 ആദ്യമായിട്ട് ട്രേഡിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ട്രേഡിന്, അവർക്ക് ഈ പറയുന്ന കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തിരിക്കുന്നു. അവർ ആസ് യൂഷ്വൽ കടൽ മാർഗം വന്ന് എവിടെ എത്തി? കോഴിക്കോടാണോ വന്നേ? അല്ല, അവർ നേരെ വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ് വന്നത്? ഗുജറാത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ട്രേഡിന് വേണ്ടി വരുന്നത്. അങ്ങനെ ഗുജറാത്തിൽ വന്നു അവർ 1608. നമുക്ക് വർഷം ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു 2-3 വർഷങ്ങൾ കഴിഞ്ഞ് 1611 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1611 അന്നത്തെ മുഗൾ രാജാവായിരുന്ന ജഹാംഗീറാണ്. ജഹാംഗീറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ജഹാംഗീറും നമ്മുടെ വില്യം ഹോക്കിങ്സ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ മെയിൻ കപ്പിത്താനുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. എന്ത് സ്ഥാപിക്കുന്നു? ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. അപ്പോൾ 1600 എന്താ പ്രത്യേകത? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവർ 8 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. എവിടെ എത്തുന്നു? ഗുജറാത്തിൽ എത്തുന്നു. അപ്പോൾ ഗുജറാത്തിലായിരിക്കുമല്ലോ അവർ ആദ്യം വന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്നതും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, 8, 9, 10, 11. 1611 ആയപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 1611 വില്യം ഹോക്കിങ്സ് ആരുമായിട്ട്? അന്നത്തെ മുഗൾ രാജാവായിട്ടുള്ള ജഹാംഗീറുമായിട്ട് ഒരു സന്ധി വയ്ക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എവിടെ? ഗുജറാത്തിലെ സൂററ്റിൽ. അങ്ങനെ അവർ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ്. അതിനിടയ്ക്ക് നല്ല രസമുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. ഇവർ ഗുജറാത്ത് വരുമ്പോൾ എന്ത് പറ്റും? അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരെയൊക്കെ അത്യാവശ്യം ഒഴിപ്പിക്കും. പോർച്ചുഗീസുകാർക്ക് പകരം ഇവരവിടെ ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെ ഇരിക്കും ഒരു കല്യാണം നടക്കുകയാണ്.
കല്യാണം നടക്കുന്നത് എവിടെയാണ്? അങ്ങ് യൂറോപ്പിലാണ്. ആരൊക്കെ തമ്മിലാണ് കിട്ടുന്നത്? കാതറിൻ ബ്രിഗൻസ എന്ന് പറയുന്ന പോർച്ചുഗലിലെ രാജ്ഞിയും ചാൾസ് രണ്ടാമൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ രാജാവും തമ്മിൽ കല്യാണം നടക്കുകയാണ്. ഈ കല്യാണം നടക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും ഇവിടെ പലപ്പോഴും നടത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇവർക്ക് സ്ത്രീധനം കൊടുത്ത് എവിടെയാണെന്ന് അറിയാവോ? മുംബൈയാണ് കൊടുക്കുന്നത്. മുംബൈ എന്ന് പറയുന്ന സ്ഥലം ആർക്ക് സ്ത്രീധനം കൊടുക്കുന്നു? ഇംഗ്ലണ്ടുകാർക്ക് സ്ത്രീധനം കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? അന്ന് അവിടുത്തെ കൺട്രോൾ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാർ കൊടുക്കുന്നു. പിന്നീട് ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്യും? ആ സ്ഥലം ആർക്ക് കൊടുക്കും? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീസിന് കൊടുക്കും. രാജകുടുംബത്തിന് സ്ഥലം എന്ത് ചെയ്യും? ലീസിന് കൊടുക്കും. ആലോചിച്ച് നോക്കി, അവിടെ കിടക്കുന്നവർ സ്ത്രീധനം കൊടുക്കുന്ന എവിടെയാണ്? നമ്മുടെ ഇന്ത്യ കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ഒരു ആധിപത്യം സ്ഥാപിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇവന്മാർ ഇവിടെ അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് വിട്ടുവെച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ മുംബൈയുടെ ഭാഗം ഇവർ എന്ത് ചെയ്തു? കൈകളിലാക്കി, അല്ലെ മുംബൈ ആക്കി. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് ഇവരിങ്ങനെ വന്ന് ആദ്യം ട്രേഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വരും. ട്രേഡ് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഭരിക്കണമെന്ന് തോന്നും. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം 1600 ഏതാണ്ട് ഒരു 100 കൊല്ലത്തോളം അവരായപ്പോഴത്തേക്കും ഇന്ത്യയെ പറ്റിയിട്ടുള്ള വ്യക്തമായൊരു ഐഡിയ അവർക്ക് കിട്ടി. അവരെന്ത് ചെയ്തു? 1698 ആയപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു, കൊൽക്കത്തയിലോട്ട് വരുന്നു. എങ്ങോട്ട് വരുന്നു? കൊൽക്കത്തയിലോട്ട് വരുന്നത് ഈ ഭാഗമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗം. കൊൽക്കത്തയിലെത്തുന്നു വർഷം 1698. കൊൽക്കത്തയിൽ എത്തിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആസ് യൂഷ്വൽ, എന്നാൽ ഞങ്ങൾ ട്രേഡ് ചെയ്തോട്ടെ, ഞങ്ങൾ ഇവിടുന്ന് സുഖം ചോദിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. അവർ കൊൽക്കത്ത എത്തി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്ത അന്ന് ഭയങ്കര കൃഷിയിൽ സമ്പന്നമായ സ്ഥലമായിരുന്നു. കാരണം നമ്മുടെ ഗംഗാ നദി ഒഴുകിയെത്തുന്നു, ഹൂഗ്ലി നദി എന്ന് പറയുന്ന ട്രിബ്യൂട്ടറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തീരത്തൊക്കെ നല്ല ഫെർട്ടൈലായിട്ടുള്ള മണ്ണുണ്ട്. അപ്പോൾ കൃഷിയിൽ നല്ല രീതിയിൽ കിടിലങ്ങളായി നിൽക്കുന്ന സ്ഥലമാണ് ആരെന്ന് പറയുന്നത്? കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ചെടുക്കുന്ന എന്തുകൊണ്ടും അവർക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അവർ ആദ്യ രാജാവ് നവാബാണ് ഇവിടെ ഭരിക്കുന്നത്. ബംഗാൾ എന്ന് പറയുന്നതാണ് നാട്ടുരാജ്യം. ഭരിക്കുന്നത് നവാബ്. ബംഗാൾ നവാബിനടുത്ത് ചോദിച്ചു, നവാബെ ഞാൻ ഒരു കോട്ട കെട്ടിക്കോട്ടെ? അവർ പറഞ്ഞു, ആ ശരി ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ നീ കെട്ട്. അങ്ങനെ കോട്ട കെട്ടി തുടങ്ങുന്നവന്മാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവരുടെ അധികാരം, ഇവരുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കയറി ഇങ്ങോട്ട് ഇടപെടും. രാജാവിന് ഇഷ്ടപ്പെടൂ? ഇല്ല. രാജാവ് പറയും ഇറങ്ങട വെളിയിലെന്ന് പറയും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കോട്ടയ്ക്കകത്ത് പട്ടാളക്കാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷയം വഷളാവുന്നു. 1757 ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരും ബംഗാൾ നവാബുമായിട്ട് യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന യുദ്ധം നടക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? സിറാജ് ദൗള, അതാണ് അവിടുത്തെ നവാബിൻ്റെ പേര്, സിറാജ് ഉദ് ദൗള. അതുപോലെ ബ്രിട്ടീഷിൻ്റെ നേതാവാണ് റോബർട്ട് ക്ലൈവ്. അപ്പോൾ റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയും കൂടി 1757 യുദ്ധം നടക്കുകയാണ്. ഈ സിറാജ് ദൗളയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മിർ ജാഫർ. ഈ മിർ ജാഫറിനെ ബ്രിട്ടീഷുകാർ നൈസായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോഴ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ അന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തമ്മിത്തല്ല. നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അന്ന് ഇല്ലായിരുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒറ്റ രാജ്യമല്ലല്ലോ, കുറേ നാട്ടുരാജ്യങ്ങൾ ചേരുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ എന്താണ്? യുദ്ധത്തിലാണ്. ആലോചിച്ച് നോക്കി. അതുപോലെ ബംഗാളും ബീഹാറും തമ്മിൽ യുദ്ധത്തിലാണ്. സിഖുകാർ, അല്ലെ, ഈ പറഞ്ഞ പഞ്ചാബും മഹാരാഷ്ട്രയും തമ്മിൽ യുദ്ധത്തിലാണ്. അവർ ഡൽഹിയായിട്ട് യുദ്ധത്തിലാണ്. അങ്ങനെ തമ്മിലടി നടക്കുന്ന സമയമാണ്. അപ്പോൾ അധികാരമോഹിയായിട്ടുള്ള മിർ ജാഫർ സിറാജ് ദൗളയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ എന്ത് ചെയ്യും? കയ്യിലെടുക്കുന്നു. യുദ്ധത്തിൽ ആര് തോക്കുന്നു? സിറാജ് ദൗള തോക്കുന്നു. അങ്ങനെ റോബർട്ട് ക്ലൈവ് ബംഗാളിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നു. പക്ഷേ വിദേശിയാണ്, ഇംഗ്ലീഷുകാരനാണ്. പെട്ടെന്ന് വന്ന് അവിടുത്തെ അധികാരിയായ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നൈസായിട്ട് മിർ ജാഫറിനെ പിടിച്ച് അവിടുത്തെ നവാബാക്കി. ആരെ പിടിച്ച് നവാബാക്കി? മിർ ജാഫറിനെ പിടിച്ച് നവാബാക്കി. എന്നിട്ട് ഈ മിർ ജാഫർ എന്താണ്? ഒരു റബ്ബർ സ്റ്റാമ്പാണ്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് ഭരിക്കുന്ന ഒരുത്തനായിട്ട് അവിടെ മാറും. സമയം വീണ്ടും മുന്നോട്ട് പോകുന്നു. പ്രശ്നങ്ങൾ വഷളാവുന്നു. മിർ ജാഫറിനും എന്ത് ചെയ്യുന്നില്ല? ബ്രിട്ടീഷുകാരുടെ ആവശ്യമില്ലാത്ത ഇടപെടൽ പിടിക്കുന്നില്ല. മിർ ജാഫറും റോബർട്ട് ക്ലൈവായിട്ട് അടിയാവുന്നു. അപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? നീ ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മിർ ജാഫറിനെ പിടിച്ച് പുറത്താക്കും. മിർ ജാഫറിനെ പിടിച്ച് പുറത്താക്കിയിട്ട് അയാളുടെ മരുമകനുണ്ട് മിർ കാസിം. മിർ കാസിമിനെ പിടിച്ച് എന്ത് ചെയ്യും? അധികാരം ഏൽപ്പിക്കും. പക്ഷേ മിർ കാസിമിനെ പിടിക്കത്തില്ല. ഈ ഇംഗ്ലീഷുകാർ ഭയങ്കര ശല്യമായിരുന്നു. അവന്മാർ ഇവിടെ വരുന്നു, ആദ്യം പറയുന്നു, സ്നേഹത്തോടെ വരുന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, ഞങ്ങളത് ചെയ്തോട്ടെ എന്ന് മാന്യമായിട്ട് ചോദിക്കുന്നു, ഒപ്പിട്ട് വാങ്ങുന്നു. വാങ്ങിക്കഴിഞ്ഞാൽ ഗുണം മാറും. പിന്നെ അവരെന്താണ്? കയറി അങ്ങോട്ട് ഭരിക്കാൻ നോക്കും, അഹങ്കാരം കാണിക്കും. രാജാവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനെ മൊത്തം പ്രശ്നമായി. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട വർഷങ്ങൾ ഏതൊക്കെയാണ്? കൺഫ്യൂഷനായോ? ഏതൊക്കെയാണ്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു. 1611 ആദ്യത്തെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1757 ഫസ്റ്റ് യുദ്ധം നടക്കുന്നു, ബാറ്റിൽ ഓഫ് പ്ലാസി, റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയും തമ്മിൽ. അങ്ങനെ പോകുന്നു. മൊത്തം വഷളാണ് വേണം, അല്ലേ? മൊത്തം ഈ പറയുന്ന ഭാഗത്ത് അടിയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള ഇന്ത്യൻ നാട്ടുരാജ്യക്കാരൊക്കെ ഒരുമിക്കുകയാണ്. അതായത് ഈ പറയുന്ന ബംഗാളിൻ്റെ മിർ ഖാസിം, അതുപോലെ അന്ന് മുഗൾ ഭരിക്കുന്ന ഷാ ആലം
സെക്കൻഡ്. അതുപോലെ ഔദ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ ഭാഗം ഒന്ന് ആലോചിച്ചാൽ മതി. ഔദ് ഭരിക്കുന്ന സിറാജ് ദൗളയും കൂടി എന്ത് ചെയ്യും, ഷുജാ ഉദ് ദൗള, സിറാജ് ദൗളയല്ലോ, ഷുജാ ഉദ് ദൗളയും കൂടി എന്ത് ചെയ്യുന്നു, ഗ്യാങ് ആവുന്നു. ആരെ അടിക്കുന്നു, ബ്രിട്ടീഷുകാരെ അടിക്കുന്നു. യുദ്ധത്തിൻ്റെ പേര് ബാറ്റിൽ ഓഫ് ബക്സാർ, ബക്സാർ യുദ്ധം എന്ന് പറയും. വർഷം 1764, ഇമ്പോർട്ടൻ്റ് ആണ്. ബക്സാർ യുദ്ധം നടത്തുന്നു. ബക്സാർ യുദ്ധത്തിലും പണി കിട്ടുന്നു, ഏൽക്കുന്നില്ല. എന്ത് പറ്റുന്നു, ഈ പറയുന്ന ഇംഗ്ലണ്ടിനെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് വെച്ചാൽ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് തോക്കും പരിപാടിയൊക്കെ ഉള്ള ടീംസാണ്. അവർക്ക് നല്ല യുദ്ധ സ്ട്രാറ്റജിയൊക്കെ അറിയാം, ആരെ കൈക്കൂലി എടുത്ത് വാങ്ങണമെന്നൊക്കെ അറിയാം. അവർ ഒറ്റ കൂടായിട്ട് അടിച്ചിട്ട് എന്ത് പറ്റുന്നില്ല, കൂട്ടായിട്ട് അടിച്ചിട്ട് എന്ത് പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല. ബ്രിട്ടീഷുകാരോട് ജയിക്കുന്നു. അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സാറിലും പൊട്ടുന്നു. അതോടുകൂടി ബംഗാൾ, ബീഹാർ, ഒറീസ, ബംഗാൾ, ബീഹാർ, ഒറീസ ഇവിടെ എല്ലാം ആരെ കയ്യിലാവുകയാണ്, ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം, അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞു, പട്ടാളക്കാരെ ഇറക്കി കഴിഞ്ഞു, അവർ സെറ്റായി. അപ്പോൾ എന്താണ്, ഇനി അവർക്ക് അവിടുന്ന് നികുതി കളക്ട് ചെയ്യണം. അങ്ങനെ ആദ്യമായിട്ട് 1793 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നു, അവർ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അല്ലെങ്കിൽ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് കൊണ്ടുവരുന്നു. കഥയാണ് ഞാൻ പറയുന്നത്. ഈ കഥ കഴിയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പോയിന്റ് ഞാൻ പറഞ്ഞു തരും. പക്ഷേ ഇതൊരു കേട്ടിരുന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടുവരുന്നു, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഒരു നികുതി പരിപാടി കൊണ്ടുവരുന്നു. അതായത് ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്ന ആളാണ് ഇത് കൊണ്ടുവരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ സമീന്ദാർമാരുണ്ടായിരുന്നു, ജമ്മിമാരെ പോലെയുള്ള ആൾക്കാരാണ് സമീന്ദാർമാർ. ഇവരാണ് ലാൻഡിൻ്റെ ഓണേഴ്സ്. ഇവിടെ കർഷകർ എന്ത് ചെയ്യും, കൃഷി ചെയ്യണം, കർഷകർ ഫലം ഉണ്ടാക്കണം, അത് വിറ്റ് കാശുണ്ടാക്കണം. എന്നിട്ട് ഈ കാശിൻ്റെ നല്ലൊരു പങ്ക് നികുതിയായിട്ട് ആർക്ക് കൊടുക്കണം, സമീന്ദാറിന് കൊടുക്കണം. സമീന്ദാർ അതിൽ നിന്ന് അല്പം എടുത്തിട്ട് ബാക്കി മൊത്തം ആർക്ക് കൊടുക്കും, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പോൾ ഈ പാവപ്പെട്ട കർഷകരെന്തായി, വെട്ടിലായി. ഇവർ കൃഷി എങ്ങനെ വന്നാലും, കൃഷി ലാഭത്തിലായാലും ശരി നഷ്ടത്തിലായാലും ശരി, ഇവരെന്ത് ചെയ്യണം, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ. ആ പെർമനൻറ്റ് വാക്കിനെ ആലോചിച്ചാൽ മതി. നികുതി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അത് എത്ര ഇപ്പോൾ എന്ത് കൃഷിയിൽ നിന്ന് കിട്ടിയാലും ഈ എമൗണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ആർക്ക്, സമീന്ദാർമാർക്ക് കൊടുക്കണം. സമീന്ദാർമാർ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറേ എടുത്തിട്ട് ആർക്ക് കൊടുക്കും, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. സോ സമീന്ദാർമാർക്ക് ബ്രിട്ടീഷുകാരെ അങ്ങ് പിടിച്ചു, രാജാവിനേക്കാളും കൊള്ളാം, കുറച്ചുകൂടി നമുക്ക് പവർ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഇവന്മാരുടെ സപ്പോർട്ട് ബ്രിട്ടീഷുകാരെ അവിടെ മൊത്തം ഭരിച്ചു. അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇവർ ചുമ്മാ ഇരിക്കുമോ, ഇല്ല. ഇവരടുത്ത ഓരോ നാട്ടുരാജ്യത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. നേരെ സൗത്തിലോട്ട് പോയി. എങ്ങോട്ട് പോയി, സൗത്ത് ഇന്ത്യയിലോട്ട് പോയി. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ. സൗത്ത് ഇന്ത്യ എവിടെയാണ്, നമ്മുടെ ഈ ഭാഗം സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് കയറി വരികയാണ്. വന്നിട്ട് ആരുമായിട്ട് അടിയുണ്ടാക്കുകയാണ്, മൈസൂർ രാജ്യമായിട്ട് അടിയുണ്ടാക്കുകയാണ്. ആരുമായിട്ട് അടിയുണ്ടാക്കുകയാണ്, മൈസൂർ എന്ന് ഭരിക്കുന്നത് ഹൈദരാലി എന്ന് പറയുന്ന രാജാവാണ്. നിങ്ങൾ ടിപ്പു സുൽത്താനെ കേട്ടിട്ടുണ്ടല്ലോ. ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ ഹൈദരാലി. ഈ ഹൈദരാലിയായിട്ട് യുദ്ധം ചെയ്യുന്നു. ഹൈദരാലിയും വിട്ടുകൊടുക്കുന്നില്ല. ഹൈദരാലി എന്ത് ചെയ്യുന്നു, കട്ടക്കടിക്കുന്നു. പക്ഷേ ഹൈദരാലി മരിച്ചു പോകുന്നു. പിന്നെ ആര് വരുന്നു, ടിപ്പു സുൽത്താൻ വരുന്നു. ടിപ്പു സുൽത്താനുമായിട്ട് എന്ത് ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു, യുദ്ധം നടക്കുന്നു. യുദ്ധത്തിൻ്റെ പേരാണ് ആംഗ്ലോ മൈസൂർ വാർ. എന്താണ്, ആംഗ്ലോ മൈസൂർ വാർ. യുദ്ധത്തിലും ആര് ജയിക്കുന്നു, ഈ പറയുന്നവന്മാർ തന്നെ ജയിക്കുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യ പിടിച്ചടക്കി. അവിടെ നികുതി കൊണ്ടുവരണ്ടേ, അവരൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. അതിൻ്റെ പേരാണ് റൈറ്റ് വാരി സിസ്റ്റം. 1820. എന്താണ്, റൈറ്റ് വാരി സിസ്റ്റം. സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന നികുതി സമ്പ്രദായമാണ് റൈറ്റ് വാരി സിസ്റ്റം. റൈറ്റ് വാരി സിസ്റ്റത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ ലാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ആൾക്കാർ, അതായത് കൃഷി ചെയ്യുന്നവർ തന്നെയാണ് ലാൻഡ്. പക്ഷേ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ നേരിട്ട് അങ്ങോട്ട് കൈയിട്ട് വരും. അപ്പോൾ റൈറ്റ് വാരി എന്ന് വെച്ചാൽ കൈയിട്ട് വാരി എന്ന് ആലോചിച്ചാൽ മതി. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് കൈയിട്ട് വരും. അത് പെസൻസിന് തന്നെ അധികാരം കൊടുത്ത്, പക്ഷേ അവർ ഡയറക്റ്റായിട്ട് ടാക്സ് വാങ്ങിക്കും. അതും രക്ഷയില്ല. അപ്പോൾ ഇവർ ചുമ്മാ ഇരിക്കുന്നതാണോ, അവിടെ വായി അടുത്ത് എങ്ങോട്ട് പോകും, നേരെ മുകളിലോട്ട് പോകും. എങ്ങോട്ട് പോകും, മറാത്തയിലോട്ട് പോകും. ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് മഹാരാഷ്ട്ര. ഛത്രപതി ശിവജി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ മറാത്തയിലോട്ട് ചെല്ലുന്നു, അവന്മാരായിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിൻ്റെ പേര് ആംഗ്ലോ മറാത്ത വാർ. അതിലും ആര് ജയിക്കുന്നു, ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, തൊട്ട് മുകളിലോട്ട് പോകുന്നു. എങ്ങോട്ട്, പഞ്ചാബിലോട്ട് പോകുന്നു. അങ്ങനെ സിഖ് വാറിൽ സിഖുകാരെ എന്ത് ചെയ്യുന്നു, പിടിച്ചടക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ മൊത്തം കൺട്രോളാക്കും. അപ്പോൾ നോർത്ത് ഇന്ത്യ അല്ലേ, ഈ വലതുവശത്തായിട്ട് അവർ എന്ത് കൊണ്ടുവന്നു, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം കൊണ്ടുവരുന്നു. ഡെക്കാൻ്റെ ഭാഗത്ത് എന്ത് കൊണ്ടുവരുന്നു, റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലോട്ട് അവർ എന്ത് ചെയ്യുന്നു, പുതിയ ഒരു ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവരുന്നു. എന്തുകൊണ്ടുവരുന്നു, ഒരു പുതിയ ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവരുന്നു. ആ പുതിയ ഭൂനികുതി സമ്പ്രദായത്തിൻ്റെ പേരാണത് മഹൽവാരി സിസ്റ്റം. എന്തുവാണ്, മഹൽവാരി. മഹലുകൾ എന്ന് വെച്ചാൽ അവരവിടെ ഈ പറയുന്ന സ്ഥലങ്ങളെ വില്ലേജുകളെ ആയിട്ടങ്ങ് തിരിക്കുന്നു. ഈ വില്ലേജുകൾ മൊത്തത്തിൽ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. വില്ലേജ് മൊത്തത്തിൽ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അങ്ങനെ ആയപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഏതാണ്ട് ഇന്ത്യ മൊത്തമായി അല്ലേ.
ഇന്ത്യയുടെ വലതുവശം മൊത്തമായി, അതായത് ഈ പറയുന്ന ബംഗാൾ, ബീഹാർ മൊത്തം പിടിച്ചടക്കി, സൗത്ത് ഇന്ത്യ പിടിച്ചടക്കി, മുകളും പിടിച്ചടക്കി. അങ്ങനെ മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന ആരുടെ കൺട്രോളിലായി? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ, അല്ലേ, ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ. ഇത് ഗുജറാത്തിൻ്റെ ഭാഗം, ഇത് സൗത്ത് ഇന്ത്യ, അത് ഇങ്ങനെ പോവുകയാണ്, അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത്. നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ എത്തി, ആദ്യവന്മാർ നേരെ ഗുജറാത്തിലെത്തി. 1611 ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചു. അടുത്ത നേരെ എങ്ങോട്ട് പോയി? ബംഗാളിലോട്ട് പോയി. ബംഗാളിൽ എന്ത് പറ്റി? 1757, അല്ലേ, എന്ത് പറ്റുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടത്തുന്നു. അടുത്ത 1764 ബക്സാർ യുദ്ധം നടത്തുന്നു. അങ്ങനെ ഇവിടെ മൊത്തം അവന്മാരെ കയ്യിലായി. കൊണ്ടുവരുന്നു എന്താണ്? ഇവിടുത്തെ നികുതി സമ്പ്രദായത്തിൻ്റെ പേരെന്തുവാണ്? പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. അടുത്ത നേരെ എങ്ങോട്ട് പോകുന്നു? മൈസൂരുകാരുമായിട്ട് യുദ്ധം ചെയ്ത് സൗത്ത് ഇന്ത്യ പിടിച്ചടക്കുന്നു. ആംഗ്ലോ മൈസൂർ വാർ. അവിടെ എന്ത് കൊണ്ടുവരുന്നു? റയറ്റ് വാലി സിസ്റ്റം കൊണ്ടുവരുന്നു. റയറ്റ് വാലി സിസ്റ്റം കൊണ്ടുവരുന്നു. അടുത്ത നേരെ മറാത്തയിൽ പോകുന്നു, ആംഗ്ലോ മറാത്ത വാർ. അത് കഴിഞ്ഞ് സിഖുകാരെ പിടിച്ചടക്കുന്നു. നേരെ നോർത്ത് ഇന്ത്യ മൊത്തം അവരെ കയ്യിലായി. അവരെന്ത് കൊണ്ടിരുന്നു? ഇവിടെ മുഗൾ സാമ്രാജ്യം ഇവിടെ ഉണ്ട്, അതവിടെ മാറ്റി നിർത്തിക്കും. ബാക്കി മൊത്തം കിട്ടി. അവരെന്ത് കൊണ്ടുവന്നു? അവർ മഹൽവാരി സമ്പ്രദായവും കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം ആരെ കയ്യിലായി? ബ്രിട്ടീഷുകാരെ കയ്യിലായി. ഇതാണ് കഥ. ഇന്നത്തെ കഥ ഇതാണ്. ഈ കഥയിലെ പോയിന്റുകളാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ നോക്കാമല്ലോ, റെഡി ആണല്ലോ, ബോറടിച്ചില്ലല്ലോ. അപ്പോൾ പറഞ്ഞേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന വർഷം 1600. വില്യം ഹോക്കിങ്സിന് എന്ത് കിട്ടുന്നു? മുഗൾ എംപററായ ഷാജഹാൻ്റെ കയ്യിൽ നിന്നും സൂററ്റിൽ ഫാക്ടറി ഉണ്ടാക്കാനുള്ള അധികാരം കിട്ടുന്നു. സെറ്റിയാണ്. അങ്ങനെ എന്ത് പറ്റുന്നു? അവർ മദ്രാസിലും അവിടെ ഫാക്ടറി ഉണ്ടാക്കി. പിന്നെ മദ്രാസിൽ വന്നു, ബോംബെയിൽ വന്നു, കൽക്കട്ടയിലും ഫാക്ടറികൾ ഉണ്ടാക്കി. ഓക്കെ. എന്നിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആഫ്റ്റർ ഗെയിനിങ് ഡോമിനൻസ് ഇൻ ദ റീജിയൻ, ദ കമ്പനി ബിഗെയിൻ ടു ഇന്റർഫിയർ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. അവർ അഡ്മിനിസ്ട്രേഷനിൽ ഇറങ്ങി പണി തരാനായിട്ട് തുടങ്ങി. സോ അങ്ങനെ എന്ത് പറ്റുന്നു? ആദ്യ യുദ്ധം നടക്കുന്നു കൊൽക്കത്തയിൽ, ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ആരൊക്കെ തമ്മിൽ? സിറാജുദ്ദൗളയും നവാബ് ഓഫ് ബംഗാളും അതുപോലെ തന്നെ ആരാണ്? റോബർട്ട് ക്ലൈവും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ആര് ജയിച്ചു? ഈ പറയുന്ന ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. അങ്ങനെ അവരെന്ത് പറ്റുന്നു? ബംഗാൾ പിടിച്ചടക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് എക്കണോമിക് ഗെയിൻ കിട്ടാൻ തുടങ്ങി. അവരെന്ത് പറ്റി? അഗ്രികൾച്ചറിൽ നല്ല റിച്ചായ സ്ഥലമാണ്, അവിടെ ടാക്സും റവന്യൂ പിടിച്ചു കിടക്കാൻ തുടങ്ങി. അങ്ങനെ സമയത്ത് എന്ത് പറ്റുന്നു? അവിടെയുള്ള രാജാക്കന്മാർ കൂടിച്ചേരുന്നു. ബക്സാർ യുദ്ധം. ആരൊക്കെ തമ്മിൽ? മുഗൾ റൂളറായിട്ടുള്ള ഷാ ആലം സെക്കൻഡ്, ഔദിൻ്റെ നവാബായിട്ടുള്ള ഷുജാഉദ്ദൗള, ബംഗാൾ നവാബായിട്ടുള്ള മിർ കാസിമും കൂടി ചേർന്ന് അടിക്കുന്നു. എന്നിട്ട് എന്ത് പറ്റുന്നു? തോക്കുന്നു. രക്ഷയില്ല. ദ കമ്പനി അക്വയർഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ്. അങ്ങനെ എന്ത് പറ്റുന്നു? ടാക്സ് കളക്ട് ചെയ്യാൻ അധികാരം അവർക്ക് അവിടെ കിട്ടുന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കുന്നു. ഇനി ഈ സമയത്ത് തന്നെയാണ് അവരെന്ത് കൊണ്ടുവരുന്നത്? പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം കൊണ്ടുവരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇത് പിന്നെ പറയുന്നെങ്കിലും ഓർഡർ പഠിക്കുന്നല്ലേ രസം. 1793. എവിടെയൊക്കെ? ബംഗാൾ, ബീഹാർ, ഒഡീസയിൽ കൊണ്ടുവരുന്നത് ലോർഡ് കോൺവാലിസ്. ഇത് പഠിച്ചിട്ട് ഇത് ഓർക്കാൻ ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാമേ. ഇവരെന്താ കൊണ്ടുവന്നത്? സമീന്ദാർമാർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്മാരെ കൊണ്ടുവന്നു. അവർ ഹൈ ടാക്സ് വാങ്ങുന്നു ബ്രിട്ടീഷുകാരുടെ പേരിൽ. എന്നിട്ട് എന്ത് കൊടുക്കുന്നു? ബ്രിട്ടീഷിന് കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിയേ. പെയ്ഡ് എ ഫിക്സഡ് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ ഫീൽഡ്. ഈൽഡ്, അല്ലേ, ഈൽഡ് എങ്ങനെ നോക്കാതെ, ഈൽഡ് എത്രയെന്ന് നോക്കാതെ തന്നെ അവർ എന്ത് ചെയ്യാണ്? ഒരു ഹൈ ടാക്സ് കൊടുക്കുന്നു. രാജ്യത്തിലുള്ളവർ മൊത്തത്തിൽ എന്ത് പറ്റുന്നു? ബുദ്ധിമുട്ടിൽ ആകുന്നു. അപ്പോഴാണ് റോബർട്ട് ക്ലൈവ് ഒരു പ്രത്യേക കമൻറ്റ് പറയുന്നത്. ഇന്ത്യക്കാരന്മാർ വെറും കിഴങ്ങന്മാരെന്നാണ് അവന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നോക്കിയേ, സെൻഡ് മീ 2000 സോൾജേഴ്സ്, 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഇപ്പം തന്നെ എന്ത് ചെയ്യാം? ഇന്ത്യ പിടിച്ചെടുക്കാം. പറഞ്ഞതാര്? റോബർട്ട് ക്ലൈവ്. ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നടത്തിയ റോബർട്ട് ക്ലൈവ് എന്ത് പറയാണ്? എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അന്നത്തെ അവസ്ഥ, ഡിസ് യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ തമ്മിൽ എന്തായിരുന്നു? ഡിസ് യൂണിറ്റി ആയിരുന്നു. മിലിറ്ററി ആൻഡ് ടെക്നോളജി സുപ്രീമസി ഓഫ് ദ ബ്രിട്ടീഷ്, അല്ലേ, അവരെന്തായിരുന്നു? നമ്മളെക്കാളും ടെക്നോളജിക്കലി കിടിലമായിരുന്നു. രണ്ടും കൊണ്ട് അവർക്ക് ഇന്ത്യ അത്രയ്ക്ക് സിമ്പിളായിട്ടൊരു സ്ഥലമായിട്ട് തോന്നി. ബ്രിട്ടീഷുകാർ അവിടെ നിന്നോ? ഇല്ല, അവർ ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റുകളായിട്ട് അടിയുണ്ടാക്കാൻ തുടങ്ങി, അല്ലേ. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ദ ഇന്ത്യ വെയർ സബ്ജുഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ വാർ ആൻഡ് ഡിപ്ലോമസി. അതായത് പിടിച്ചടക്കുന്നു. സബ്ജുഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചടക്കുന്നു. എങ്ങനെ? രണ്ട് രീതിയിൽ. ഒന്നുകിൽ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ എന്ത് പറ്റും? ഡിപ്ലോമസി. തിരുവിതാംകൂറുമായിട്ട് ഉമ്മർക്ക് ഡിപ്ലോമസി ആയിരുന്നു, അടിയായിരുന്നില്ല, യുദ്ധം ചെയ്തിട്ടില്ല. അപ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിൽ? മൈസൂരിൻ്റെ രാജാവായിരുന്ന ഹൈദരാലിയും ലേറ്റർ അയാൾ മരിച്ചതിന് ശേഷം മകൻ ടിപ്പു സുൽത്താനുമായിട്ട് എന്ത് ചെയ്തു? യുദ്ധം നടന്നു. അപ്പോൾ ഹൈദരാലി മരിക്കുന്നു 1782. അങ്ങനെ ടിപ്പു സുൽത്താൻ വരുന്നു. അങ്ങനെ 4ാം മൈസൂർ യുദ്ധം 1799. ടിപ്പു സുൽത്താനെയും കൊന്ന് മൈസൂർ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷിൻ്റെ കൺട്രോളിൽ ആവുന്നു. വർഷം ഇപ്പോൾ ഓർത്ത് വെച്ചോ, ടെക്സ്റ്റ് ബുക്കിലുള്ള വർഷം 1799 എന്ത് ചെയ്യുന്നത്? പിടിച്ചെടുക്കുന്നത്. അപ്പോൾ മൈസൂർ കിട്ടി. അപ്പോൾ എന്ത് പറ്റി? സൗത്ത് ഇന്ത്യ അവരുടെ കയ്യിലായല്ലോ. അവരെന്ത് കൊണ്ടുവന്നു? റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവരുന്നു 1820. എപ്പോഴാണ്? 1820. കണ്ടോ, വർഷം കണ്ടോ, 1799 കിട്ടുന്നു. ഒരു 10-20 വർഷത്തിനകത്ത് അവരെന്ത് വരുന്നു? സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. എന്താണ്? റൈറ്റ് വാരി സിസ്റ്റം. കൊണ്ടുവരുന്ന ആളുടെ പേര് ഓർത്ത് വെച്ചോ, തോമസ് മൺട്രോ. അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. മൺട്രോ തുരുത്ത്,
സൗത്തിലല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. അലക്സാണ്ടർ റീഡ്, നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ളവർ വെച്ച് വിദ്യാഭ്യാസം റീഡിംഗ് ഒക്കെ ഉള്ളതാണ്, അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. മൺട്രോയും റീഡും കൂടി എന്ത് കൊണ്ടുവരുന്നു? സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവരും. എന്താ സംഭവം? പെസൻസ് വെയർ കൺസിഡർഡ് ആസ് ദ ലാൻഡ് ഓണേഴ്സ്, അതായത് സാധാരണക്കാർ, കൃഷിയുടെ ഓണറിന് തന്നെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവന് തന്നെ അധികാരം കൊടുക്കുന്നു. എന്ത് പറ്റി? ദ ബ്രിട്ടീഷ് കളക്റ്റഡ് ദ ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാർമേഴ്സ്, ഡയറക്റ്റായിട്ട് അവരെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചെടുക്കാൻ തുടങ്ങി. അടച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ലാൻഡ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അങ്ങനെ നടക്കുന്ന സമയം അടുത്തവരെങ്ങോട്ട് പോകുന്നു? തൊട്ട് മുകളിലുള്ള മറാത്തയിലോട്ട് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? മറാത്തയിലോട്ട് പോകുന്നു. ദേ ഫോർട്ട് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ മറാത്ത കിങ്ഡം. തേർഡ് ഈ പറയുന്ന ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാത്ത ടെറിട്ടറി എന്ത് ചെയ്യുന്നു? അവർ പിടിച്ചെടുക്കുന്നു. മറാത്ത എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര എന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നേരെ സിക്കിലോട്ട് പോകുന്നു, പഞ്ചാബിലോട്ട് പോകുന്നു. എന്ത് പറ്റുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിക്കുകാരും തമ്മിൽ, സിക്കുകാരെയും പരാജയപ്പെടുത്തി അവിടെ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അപ്പോൾ രണ്ടിടവും കിട്ടി. നോർത്ത് ഇന്ത്യയുടെ ഏതാണ്ടായല്ലോ. അവരെന്ത് കൊണ്ടുവരുന്നു? അവിടെ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവരുന്നു 1822. എന്താണ്? നോർത്ത് ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ, പഞ്ചാബിലും കൊണ്ടുവരുന്നു. എന്താണ് കൊണ്ടുവരുന്നത്? ഹോൾട്ട് മെക്കൻസിയാണ് അത് കൊണ്ടുവരുന്നത്. നോർത്ത് ഇന്ത്യ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നോർത്ത് ഇന്ത്യ ഹോൾട്ട് എന്ന് ആലോചിച്ചാൽ മതി. ഹോൾട്ട് മെക്കൻസി കൊണ്ടുവരുന്നത്. എന്താണ്? ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ്, അല്ലേ? വില്ലേജുകളെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട് ദ വില്ലേജ് അവർ ടാക്സ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ആ സ്ഥലം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അങ്ങനെ മൊത്തം ഇന്ത്യയും ഏതാണ്ട് ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഓക്കെ, സോ എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം? ടു പ്രൊക്യൂർ മാക്സിമം വെൽത്ത് ഫ്രം ദ കോൺക്വേർഡ് ടെറിട്ടറീസ്. അതിൻ്റെ മെത്തേഡ് ഇൻക്ലൂഡ് ട്രേഡ്, ടാക്സ് കളക്ഷൻ ആൻഡ് വാർ, അല്ലെ യുദ്ധം. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? അവർ ടാക്സ് കൊടുക്കും. സോ അവരുടെ ടാക്സ് പോളിസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ഞാൻ ട്രിക്ക് പറഞ്ഞു തരട്ടെ. ട്രിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കെല്ലാം അറിയാം മാക്സിമം റീറ്റെയിൽ പ്രൈസ്, MRP. ഇതാണ് ഇന്ത്യ, അല്ലേ? ഇതാണ് ഇന്ത്യ. ഈ കുറച്ച് താഴോട്ട് വരയ്ക്കുക, അല്ലേ? നോക്കിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഇങ്ങനെയാണ് ഇന്ത്യ ഇരിക്കുന്നത് വിചാരിക്കുക. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. MRP. എം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് മഹൽവാരി സിസ്റ്റം, R റൈറ്റ് വാരി സിസ്റ്റം, P പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ്. മഹൽവാരി അല്ലേ, നോർത്ത് ഇന്ത്യ ആണ്, ഹോട്ടാണ്. അപ്പോൾ ഹോൾട്ട് മെക്കൻസിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ പറയുന്ന നടുക്ക് മൺട്രോ ഐലൻഡ് ഉണ്ട്. മൺട്രോ ഐലൻഡ് കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് വായിക്കുകയും ചെയ്യും. അപ്പോൾ മൺട്രോയും റീഡും കൂടി ചേർന്ന് എന്ത് കൊണ്ടുവന്നു? റൈറ്റ് വാലി സമ്പ്രദായം കൊണ്ടുവന്നു. P പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, അത് കൊണ്ടുവരുന്ന ആരാണ്? കോൺവാലിസ് ആണ്. ആരാണ്? കോൺവാലിസ് ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. കാണാതെ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കണം, ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഐഡിയ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എന്താ അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്, ഇതൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫ്രം ട്രേഡ് ടു പവർ പറയുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ടാണ്? കണ്ടോ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു 1600. വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ജഹാംഗീറുമായിട്ട് വില്യം ഹോക്കിൻസ് എന്ത് ചെയ്യുന്നു? ഗുജറാത്തിൽ ഫാക്ടറി പണിയാൻ അധികാരം കൊടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫാക്ടറി പണിയുന്നു. അങ്ങനെ യുദ്ധം നടക്കുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസി ആരുമായിട്ട്? നവാബ് ഓഫ് ബംഗാളായിട്ടുള്ള സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവുമായിട്ട് നടക്കുന്നു. അങ്ങനെ ആര് ജയിക്കുന്നു? ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. അവരവിടുത്തെ കോൺകർ ചെയ്തെടുക്കുന്നു. തൊട്ട് 1764 ബാറ്റിൽ ഓഫ് ബക്സാർ നടക്കുന്നു. അങ്ങനെ ബംഗാൾ, ബീഹാർ, ഒറീസ അവരുടെ കയ്യിലേക്ക് കിട്ടുന്നു. ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ബക്സാറിൽ മുഗൾ റൂളറായിട്ടുള്ള ഷാ ആലമും നവാബ് ഓഫ് ഔദും സുജാഉദ്ദൗളയുമാണ് എന്തായത് ഉണ്ടായിരുന്നത്. ഓക്കെ, സംഭവം അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതാ കണ്ടോ, 2000 പട്ടാളക്കാർ തരുന്ന കേസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്യൂണിറ്റി അമംഗ് ദ പ്രിൻസ്ലി സ്റ്റേറ്റും മിലിറ്ററി ടെക്നോളജിയുടെ ബ്രിട്ടീഷുമാണ് അതിൻ്റെ കാരണമെന്ന് പറയും. അങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ പ്രശ്നം നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഇവിടോട്ട് വന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധം വന്നു. ഹൈദരാലിയും ടിപ്പു സുൽത്താനും. ഹൈദരാലി മരിക്കുന്നു. 99 ബ്രിട്ടീഷുകാർ ഇവിടെ പിടിക്കുന്നു. ടിപ്പു സുൽത്താനെ കൊന്ന് മൈസൂർ പിടിച്ചെടുക്കുന്നു. അടുത്ത ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാത്ത പിടിച്ചെടുക്കുന്നു. അടുത്ത ആംഗ്ലോ സിക്ക് വാറിൽ സിക്കും പിടിച്ചെടുക്കുന്നു. അങ്ങനെ അവർ എന്ത് കൊണ്ടുവരുന്നു? നികുതി സിസ്റ്റംസ് കൊണ്ടുവരുന്നു. ഞാൻ നികുതി അതിൻ്റെ കൂടെ പറഞ്ഞു പോയി, അപ്പം കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ആദ്യം പിടിച്ചത് എവിടെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. കൊണ്ടുവന്നത് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ആളുടെ പേര് കോൺവാലിസ്. സമീന്ദർമാരെ കൊണ്ടുവന്നു. അവരെന്ത് പറ്റി? ഫിക്സഡ് ടാക്സ് കൊടുക്കണമായിരുന്നു. അടുത്ത് പിടിച്ചടക്കിയത് സൗത്ത് ഇന്ത്യ. എന്ത് സിസ്റ്റം? റൈറ്റ് വാലി സിസ്റ്റം. 1820 സൗത്ത് ഇന്ത്യയിലെ ഡെക്കാൻ ഭാഗം പിടിച്ചെടുക്കുന്നു. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും പെസൻസിനെയാണ് ഓണേഴ്സായിട്ട് കണക്കാക്കിയത്. അവർ ഡയറക്റ്റായി ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്ഥലം പിടിച്ചെടുക്കും. അടുത്ത് പിടിച്ചടക്കിയത് നോർത്ത് ഇന്ത്യ. മഹൽവാരി സിസ്റ്റം 1822 നോർത്ത് ഇന്ത്യയും സെൻട്രൽ പഞ്ചാബ് റീജിയനും ഹോട്ട് മെക്കൻസിയാണ് കൊണ്ടുവരുന്നത്. വില്ലേജുകൾ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി അവിടെ നിന്ന് എന്ത് ചെയ്തു? സാധനം പിടിച്ചെടുത്തു. സെറ്റല്ലേ? കിട്ടുന്നില്ലേ? കണക്ഷൻ കിട്ടുന്നില്ലേ? തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഇത്രയേ പഠിക്കുന്നുള്ളൂ. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലണ്ടിനെ പറ്റി കുറച്ചധികം പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടോ? സെറ്റാണോ? എങ്കിലൊന്ന് ലൈക്ക് ചെയ്തേ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.